യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാമത്തെ തിരുവചനമാണ്. വചനം ഇതാണ്: നിങ്ങളുടെ ദുഃഖം ഞാൻ സന്തോഷമാക്കി മാറ്റും. ഒന്ന് ചേർന്ന് പറഞ്ഞ എല്ലാവരും, നിങ്ങളുടെ ദുഃഖം ഞാൻ സന്തോഷമാക്കി മാറ്റും. അയ്യോ, ഞാൻ പറയുന്നതിൻ്റെ പിറകെ പറ. നിങ്ങളുടെ ദുഃഖം ഞാൻ സന്തോഷമാക്കി മാറ്റും. സഹോദരങ്ങളെ, ദുഃഖിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. എ സാഡ് സെയിൻറ്റ് ഈസ് എ ബാഡ് സെയിൻറ്റ് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് എ സാഡ് ക്രിസ്ത്യൻ ഈസ് എ ബാഡ് ക്രിസ്ത്യൻ. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ സെമിനാരിൽ പഠിക്കുന്ന സമയത്ത് എന്നെ ഒരു പ്രാവശ്യം മാത്രമാണ് റെക്ടറച്ചൻ വിളിച്ച് കറക്റ്റ് ചെയ്തത്. അപ്പം എൻ്റെ മനസ്സിൽ ചിന്ത ഇതായിരുന്നു: ചിരിച്ചു കഴിഞ്ഞാൽ ആത്മീയത പോകുന്നായിരുന്നു. ഭയങ്കര ഗൗരവമായിരിക്കണമെന്നായിരുന്നു. നമ്മൾ ഒരുപാട് തെറ്റായ ബോധ്യങ്ങളൊക്കെ സൂക്ഷിക്കുമല്ലോ, അതിലൊരു ബോധ്യമായിരുന്നു അത്. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു മൂകമായ ഒരു ജീവിയായിരുന്നു. അപ്പോൾ ഫാദർ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന നല്ലൊരു ജ്ഞാനമുള്ള ഒരു വൈദികനായിരുന്നു അന്നത്തെ റെക്ടർ. പുള്ളി എന്നെ വിളിച്ചു, എന്നോട് പറഞ്ഞു, റോയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ, വീട്ടിൽ വല്ല പ്രശ്നങ്ങളും? ഞാൻ പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല, ബാക്കി എല്ലാ കാര്യത്തിലും ഓക്കെയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് മുഖത്തൊരു വല്ലാത്ത ദുഃഖമാണല്ലോ? സഹോദരങ്ങളെ, ദുഃഖഭാവം, ശോകഭാവം ആർക്കും വേണ്ടാത്ത ഭാവമാണ്. നിങ്ങളിങ്ങനെ ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ പിള്ളേർ നിങ്ങളെ കാണുന്ന നേരത്ത് അവരൊരു സിമിത്തേരിയിൽ പോയി ശവസംസ്കാരം കഴിഞ്ഞ് ഇരിക്കുന്നവരെ പോലെ തോന്നുമെങ്കിൽ നിങ്ങളെന്ത് ചിന്തിക്കും? എങ്കിൽ ദുഷ്ടരായ നമ്മൾ പോലും നമ്മുടെ മക്കൾ സന്തോഷത്തോടെ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എത്രയോ നമ്മൾ ആനന്ദത്തോടു കൂടി ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. ചേർന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ. അപ്പോൾ ദൈവം ദുഃഖിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് സൃഷ്ടി നടത്തി ദൈവം കൊടുത്തത്, അവരെ കൊണ്ടുപോയി ഇട്ടത് ഒരു ഡെസേർട്ടിലല്ല, മറിച്ച് ഒരു വൃന്ദാവനിലാണ്, ഒരു പറുദീസയിലാണ്. എല്ലാം ആസ്വദിക്കാൻ കഴിവുള്ള ഒരു സ്ഥലത്താണ് അവരെ കൊണ്ടുപോയി ആക്കിയത്, സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് ഈ വചനം പറയുന്നത്, നിങ്ങൾ ആരെങ്കിലും ദുഃഖിക്കുന്നുണ്ടെങ്കിൽ ഈശോ വരുന്ന നേരത്ത് നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും. ഈശോ പറയുകയാണ്, യോഹന്നാൻ്റെ സുവിശേഷം 15:11, എല്ലാ പഠിപ്പിക്കലും കഴിഞ്ഞ് ഈശോ സ്വർഗത്തിലേക്ക് പോകേണ്ട സമയമായ നേരത്തെ ഈശോ പറയുന്നത് ഇങ്ങനെയാണ്: ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയിട്ടാണ്. ഒന്ന് പറഞ്ഞ ആ വചനം: ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. എന്നിട്ട് സഹോദരങ്ങളെ, അപ്പോൾ നമ്മൾ ദുഃഖിക്കുന്നതിൻ്റെ കാരണം എന്താണ്? നമ്മുടെ ദുഃഖത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? നമ്മുടെ ദുഃഖത്തിൻ്റെ കാരണം അറിയണമെങ്കിൽ എന്ത് കാര്യത്തിലാണ് നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തുന്നതെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഉദാഹരണത്തിന്, ആരോഗ്യത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ നമുക്ക് ഭയങ്കരമായ ദുഃഖമുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളുടെ സന്തോഷത്തിൻ്റെ മുഴുവൻ ഉറവിടം ആരോഗ്യമാണെന്നാണ്. ഒരു സർഫസ് ലെവലിൽ നമുക്കറിയാം, ഒരു ഫസ്റ്റ് ലെവലിൽ എല്ലാവർക്കും ഉണ്ടാകും ഒരു വിഷമം. നമുക്കൊരു രോഗം വന്നു, മോശപ്പെട്ടൊരു രോഗം ഡയഗ്നോസ് ചെയ്തു, തീർച്ചയായിട്ടും ഒരു വിഷമം ഉണ്ടാകും, അതിനെക്കുറിച്ചല്ല. പക്ഷെ ആത്യന്തികമായി എല്ലാം തകർന്നു പോയി എന്ന് പറയാറില്ലേ? ഫാദറെ, എൻ്റെ കുടുംബം മുഴുവൻ തകർന്നു പോയി. എന്താ ചേച്ചി? കൊച്ചിന് LKGക്ക് അഡ്മിഷൻ കിട്ടിയില്ല. അപ്പോൾ ഇതെന്തൊരു ദുഃഖമാണത്. അപ്പോൾ ഇതാണ് പ്രശ്നം. അപ്പോൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷനിൽ ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നു, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുന്നു, എക്സാം എഴുതിയിട്ട് 3 പ്രാവശ്യം എഴുതിയിട്ട് കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ മൊത്തം എല്ലാ ജീവിതം മുഴുവൻ തകർന്നെന്ന് കരുതുന്നു. അല്ലെങ്കിൽ കരുതിയ ഒരു MCAT നമ്മുടെ കൊച്ചിന് കിട്ടിയില്ല, അതുകൊണ്ട് കൊച്ച് എക്സാം മാറ്റിവെച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട് കഠിനമായ ദുഃഖം നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കുന്നു. ഇപ്പോൾ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞതുപോലെ, കൗൺസിലിങ്ങിന് പണ്ടൊക്കെ ആളുകൾക്ക് എൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നത് എനിക്ക് ഗിഫ്റ്റ് ഉള്ളത് കൊണ്ടാണ്. എൻ്റെ ഗിഫ്റ്റൊക്കെ പോയി,
ദൈവമേ ഇനി ഞാനിനി എന്ത് ചെയ്യും? ഒരു ചേട്ടൻ ചോദിച്ചതാണ്. എൻ്റെ ഗിഫ്റ്റൊക്കെ പോയി ചേട്ടാ, അച്ഛാ ഞാനിനി എന്ത് ചെയ്യും? ഇനി എന്നെക്കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അപ്പോൾ ഈ മനുഷ്യൻ അയാളുടെ മുഴുവൻ സന്തോഷം കണ്ടെത്തിയത് എന്തിലാണ്? ഈ ഗിഫ്റ്റിലാണ്. അപ്പോൾ ആത്മീയമായോ ഭൗതികമായോ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിലായിരിക്കും ഒരു പക്ഷേ പലപ്പോഴും നമ്മൾ സന്തോഷം കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ എന്തെങ്കിലും ഒരു ചെറിയ പരിക്ക് പറ്റുമ്പോൾ നമുക്ക് ഭയങ്കരമായൊരു ദുഃഖം വരികയാണ്. ഇതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങളുടെ ദുഃഖം ഞാൻ സന്തോഷമാക്കി മാറ്റും. നമ്മൾ ഏത് കാര്യത്തെക്കുറിച്ചാണ് ഏറ്റവും അധികം ദുഃഖിക്കുന്നത് എന്ന് ചിന്തിക്കുക. വെറുതെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നതല്ലാണ്. ഏത് കാര്യത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് ദുഃഖിക്കുന്നത്? ഈശോ ഒരു ആത്മാവിന് ആദ്യം നൽകുന്ന ദാനം ആനന്ദമാണ്. ഈശോ ഒരു വ്യക്തിയിലേക്ക് വരുന്ന നേരത്ത് ആ വ്യക്തിക്ക് ഈശോ ആദ്യം കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് എന്തെന്നില്ലാത്ത ആനന്ദമാണ്. ചേർന്നൊന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ. നമ്മൾ ഓർത്താൽ മതി, നമ്മളൊരു പ്രയറിൽ അറ്റൻഡ് ചെയ്തു, നമ്മളൊരു ആരാധനയിൽ പങ്കുകാരായി, ദൈവത്തിൽ സ്തുതിപ്പിൽ പങ്കുകാരായി, നമുക്ക് എന്താണ് കിട്ടുന്നത്? നമ്മുടെ പ്രോബ്ലംസ് എല്ലാം അതുപോലെ തന്നെയാണ്, സാഹചര്യങ്ങളെല്ലാം അതുപോലെ തന്നെയാണ്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കരമായ ആനന്ദമാണ്. കഴിഞ്ഞ ദിവസം മാർത്തോമാ സഭയിലെ ഒരു ഫാമിലിയുടെ അയാളുടെ ഏകപ്പെട്ട മകൻ വർഷങ്ങൾ പ്രാർത്ഥിച്ച് 20 വർഷം മറ്റോ കഴിഞ്ഞിട്ടുണ്ടായ കുഞ്ഞാണ്. അയാൾ ആക്സിഡൻറ്റിലും, ആ കൊച്ച് ഒരു കാർ ആക്സിഡൻറ്റിലും മരിക്കുകയാണ്. അയാൾ വന്ന് പ്രസംഗിക്കുകയാണ്. വൈദികരുണ്ട്, മാർത്തോമാ സഭയിലെ അവരുടെ ജനങ്ങളുണ്ട്. അവരുടെ ഇടയിൽ പറയുകയാണ്, എൻ്റെ മോൻ എനിക്ക് നഷ്ടമായി, ഈ മോനിലാണ് കംപ്ലീറ്റ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത്, ഒരുപാട് സ്വപ്നങ്ങൾ എനിക്ക് അവനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായി. ആദ്യ ലെവലിൽ എനിക്ക് നിങ്ങളെപ്പോലെയൊക്കെ മക്കൾ നഷ്ടപ്പെടുന്നതെന്ന് ഉണ്ടാകുമ്പോൾ ഒരു മാതാവിനോ പിതാവിനോ ഉണ്ടാകുന്ന ദുഃഖം പോലെ ഉണ്ടായി. പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ, പുള്ളി മൈക്കെടുത്തിട്ട് പറയുകയാണ്, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ഭയങ്കര ആനന്ദമാണെന്ന്. എന്നിട്ട് അയാളൊരു ചെറിയൊരു പുഞ്ചിരി. ശവസംസ്കാരത്തിൻ്റെ നേരത്ത് താങ്ക്സ് ഗിവിങ്, അവസാനം താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അപ്പോൾ ബോഡി ഇവിടെ ഇരിക്കുന്നുണ്ട്. എങ്ങനെ ഒരു പേരൻറ്റിന് അങ്ങനെ പറയാനായിട്ട് കഴിയണു? ഒരു കാര്യം ഉറപ്പാണ്, മാർത്തോമാ സഭയിലെ അലക്സ് എന്ന് പറയുന്ന ആ സാറ് കർത്താവിനെ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും, കാരണം ഈ മനുഷ്യൻ പറയുകയാണ്, എൻ്റെ മോൻ മരിച്ചു, എൻ്റെ സ്വപ്നങ്ങൾ അതോടുകൂടി തീർന്നു, നിങ്ങൾ ഏതൊരു പേരൻറ്റിനെ പോലെ എനിക്ക് ദുഃഖമുണ്ട്, പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഭയങ്കര ആനന്ദമുണ്ടെന്ന് പറയുന്ന നേരത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന അവരുടെ സഭയിൽ അച്ഛന്മാർ കരയുന്നു, ശവസംസ്കാര ശുശ്രൂഷയിൽ വന്നിരുന്നവർ കരയുന്നു. ഇതാണ് ദുഃഖം സന്തോഷമായിട്ട് മാറുന്നത് ഈശോ വരുന്ന നേരത്താണ്. ചേർന്നൊന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഈ കുറഞ്ഞ സമയത്ത് വളരെ പെട്ടെന്ന് ബൈബിളിലെ ഒരു 9 പേരെ പെട്ടെന്ന് ഇങ്ങനെ നോക്കി പോവുകയാണ്. ബൈബിളിലെ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ ഈശോ വന്നപ്പോൾ സന്തോഷം കൊണ്ട് നിറഞ്ഞ 9 പേര്. ക്ഷീണമൊന്നും ഇല്ലല്ലോ അല്ലേ? 9 പേരെന്ന് പറഞ്ഞപ്പോൾ ഒരു പൊടിക്ക് കൂടിപ്പോയതൊരു സംശയം. ചേർന്ന് പറഞ്ഞല്ല ഒരു ഹല്ലേലൂയ, ശബ്ദത്തിൽ പറ ഹല്ലേലൂയ. സഹോദരങ്ങൾ, നമ്മൾ ഓർക്കണം, ജീവിതം ആനന്ദകരമാകാൻ ഇഷ്ടംപോലെ പുസ്തകങ്ങളുണ്ട്. ജീവിതം ആനന്ദകരമാക്കാൻ എന്ന് പറഞ്ഞ്, ജീവിതം ആനന്ദകരമാകാൻ 3 കാര്യങ്ങൾ വേണം. 1, സ്നേഹിക്കാൻ ആരെങ്കിലും നമുക്ക് വേണം. 2, ചെയ്തു തീർക്കാൻ ഒരു നിയോഗം വേണം. 3, പ്രത്യാശിക്കാൻ ഒരു കാരണം വേണം. ഫോർ ജോയ്ഫുൾ ലിവിങ് യു നീഡ് 3 things: someone to love, something to do, and something to hope for. ഈ 3 കാര്യങ്ങൾ നമുക്ക് വേണം. അപ്പം ഈശോ ഒരു ആത്മാവിലേക്ക് വരുന്ന നേരത്ത് ഈശോ നമുക്ക് തരുന്നത് ഈ 3 കാര്യങ്ങളാണ്. someone to love എന്ന് പറഞ്ഞ വല്ലോരെയല്ല, ഈശോ തന്നെയാണ്. നമ്മുടെ ഏറ്റവും രഹസ്യം സൂക്ഷിക്കുന്നവൻ, നമ്മളെ മനസ്സിലാക്കുന്നവൻ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, വീണുപോയവരെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നവൻ, തളർന്നാലും നമുക്ക് പ്രത്യാശ തരുന്നവൻ, ചതഞ്ഞ ഞാങ്ങണ ഒടിക്കാത്തവൻ, പുകഞ്ഞ തിരിക്കെടുത്താത്തവൻ, ഇവനാണ് ഈശോ. ജീവിതം സന്തോഷകരമാക്കുന്ന നേരത്ത് ഈശോ നമ്മളിലേക്ക് വരുമ്പോൾ നമുക്ക് സ്നേഹിക്കാൻ ഒരാളുണ്ടാകുന്നു, ചെയ്തു തീർക്കാൻ ഒരു നിയോഗം ഉണ്ടാകുന്നു, പ്രത്യാശിക്കാൻ ഒരു കാരണമുണ്ടാകുന്നു. ഇത് ബാക്ക്ഗ്രൗണ്ടായിട്ട് സൂക്ഷിച്ചിട്ട് ഇനി 9 വ്യക്തികളെ നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടുപോകാം. 1,
അമ്മ മറിയമാണ്. ഇങ്ങോട്ട് നോക്കിയിരിക്കേ, അമ്മ മറിയമാണ്. അമ്മ മറിയം, അവൾ നിങ്ങളെപ്പോലെയൊക്കെ ഇവിടെയുള്ള കുഞ്ഞുങ്ങളായിരുന്നവർ എന്ന സമയത്ത് ഉണ്ടായിരുന്നത് പോലെ ഒരുപാട് സ്വപ്നം അവൾക്കുണ്ടായിരുന്നു. ഒരുപാട് സ്വപ്നം അവൾക്കുണ്ടായിരുന്നു. അവൾക്ക് ആഗ്രഹം എന്തായിരുന്നു? അവൾക്കൊരു വിവാഹം കഴിച്ച് ജീവിക്കണം. തീർച്ചയായിട്ടും അതുകൊണ്ട് യൗസേപ്പ് വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുക എന്നാണല്ലോ നമ്മൾ ബൈബിൾ മലയാളം ട്രാൻസ്ലേഷനിൽ വായിക്കുന്നത്. വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും കരുതുന്നത് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിരിക്കുന്ന സമയത്താണെന്നാണ്. അതല്ല, വിവാഹം കഴിഞ്ഞു കേട്ടോ. വിവാഹം കഴിഞ്ഞു. സെയിൻറ്റ് ജോസഫിൻ്റെ ഇയറിലാണ് ഞാനും അത് കുറേയൊക്കെ മനസ്സിലാക്കിയത്. വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നത് പറഞ്ഞ് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് മാരേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയമല്ല. അങ്ങനെ ആയിപ്പോയാൽ ഈശോയുടെ അമ്മ ഒരു അൺവെഡഡ് മദറാകും. നിങ്ങൾക്ക് അതിൻ്റെ ക്ലൂ കിട്ടിയോ? അൺവെഡഡ് മദറാകും. ഈശോയുടെ അമ്മ അൺവെഡഡ് മദറാകാൻ ഈശോയ്ക്ക് താല്പര്യമില്ല. വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് രണ്ട് ഭാഗമുണ്ട്. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഭർത്താവും ഭാര്യയും ഒരുമിക്കുന്ന ഒരു സെറിമണി ഉണ്ട്. ഈ സെറിമണി മാത്രമാണ് ബാക്കി ഉണ്ടായിരുന്നത്. ഈ സെറിമണി അല്ലെങ്കിൽ നോർമൽ എൻഗേജ്മെൻ്റ് ആണെങ്കിൽ മാറ്റി നിർത്താനോ ഉപേക്ഷിക്കാനോ വേറെ പത്രത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ ഒരു കൺഫ്യൂഷനും ഉണ്ടാകേണ്ട ആവശ്യമില്ല. വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞിരിക്കുന്ന ഒരു പെൺകുട്ടിക്കും ഒരു പുരുഷനും അവരുടെ ഭാവിയുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ സ്വപ്നങ്ങളുമായിട്ട് ഇരിക്കുന്ന നേരത്താണ് ദൈവദൂതൻ ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ കടന്നു വരുന്നത്. മറിയമേ, നീ ഭയപ്പെടേണ്ട, നീ ദൈവകൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേര് നൽകണം. അവൻ വലിയവനായിരിക്കും. യാക്കോവിൻ്റെ ഭവനത്തിന് മേൽ അവൻ ഭരണം നടത്തും. അവൻ്റെ ഭവനത്തിന് ഒരിക്കലും അവസാനം ഉണ്ടായിരിക്കുകയില്ല. ഇത് കേട്ടപ്പോൾ അവൾ പരിഭ്രമിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് മാലാഖ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് അവളെ തന്നെ സമ്പൂർണ്ണമായിട്ട് അർപ്പിച്ചു. സഹോദരങ്ങളെ, ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കാണുന്നത്. തുടർന്ന് ലൂക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ മറിയം പറയുകയാണ്, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനിൽ ആനന്ദിക്കുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനിൽ ആനന്ദിക്കുന്നു. ശരിയാണ്, ഞാനും യൗസേപ്പുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്വപ്നങ്ങൾ തകർന്നു പോയി. അങ്ങനൊരു ഫാമിലി ലൈഫ് എനിക്ക് ഇല്ലാതെ പോയി. ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ് പോലും ഞങ്ങൾക്ക് ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. പലരും ഞങ്ങളെ കളിയാക്കി. നിറവയറുമായി ബത്ലഹേം അവിടുന്ന് യൂദയായിൽ കണക്കുകൾ ബോധിപ്പിക്കാൻ വേണ്ടി യാത്ര ചെയ്യുന്ന നേരത്ത് യൗസേപ്പിനെ പലരും കളിയാക്കുന്നത് അമ്മയ്ക്ക് കാണേണ്ടതായിട്ട് വന്നു. ഒരുപാട് വിഷമങ്ങളിലൂടെ അവർക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്നു. പക്ഷേ ഒടുക്കം അമ്മ ഒരു ഗാനം പാടാൻ അവസരം കിട്ടിയപ്പോൾ അമ്മ പറയുന്നത് ഇങ്ങനെയാണ്. ലൂക്ക 1:47 നമ്മൾ വായിക്കുന്നത്, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനിൽ ആനന്ദിക്കുന്നു, എൻ്റെ കർത്താവിൽ ആനന്ദിക്കുന്നു. കർത്താവ് കൊടുക്കുന്നത് സ്വപ്നങ്ങൾ തകർന്നു പോയാലും ഈശോ നമ്മുടെ കൂട്ടത്തിലുണ്ട് എങ്കിൽ നമുക്ക് വലിയ ആനന്ദമാണ്. ചേർന്നൊന്ന് പറഞ്ഞ് എല്ലാവരും ഹല്ലേലൂയ. ഒരു സ്വപ്നം നമ്മുടെ തകർന്നു പോയി എന്ന് ഓർത്തുകൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാ സ്വപ്നങ്ങളുടെയും വീണ്ടെടുപ്പുകാരനായ ഈശോ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഒരു പ്രൊജക്റ്റ് നമ്മളെ ഏൽപ്പിച്ച് ഒരു പ്രൊജക്റ്റ് പൊളിഞ്ഞു പോയി എന്ന് ഓർത്തുകൊണ്ട് അധികമായി ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ആ ഭാരം കർത്താവിൻ്റെ കൈകളിലേക്ക് നമ്മൾ കൊടുക്കണം. എന്നിട്ട് ഈ വചനത്തെ യോഹന്നാൻ 16:20 നമ്മുടെ സ്വന്തമാക്കണം. നിങ്ങളുടെ ദുഃഖം ഞാൻ സന്തോഷമാക്കി മാറ്റും. ചേർന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ. മാത്രമല്ല, ഇവളൊരു കാരിയറായിട്ട് മാറി, ഇവളൊരു മിഷണറി ആയിട്ട് മാറുകയാണ്. പോയ ഇടങ്ങളിലൊക്കെ സന്തോഷം കൊടുക്കുകയാണ്. പോയ ഇടങ്ങളിലൊക്കെ സന്തോഷം. ദുഃഖം ഭയങ്കരമായി നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിൽ പോകുന്ന ഇടങ്ങളിലൊക്കെ നമ്മൾ കൊടുക്കുന്നതും ഒരു ദുഃഖത്തിൻ്റെ അംബാസിഡർ ആയിരിക്കും. അതുകൊണ്ടാണ് അമ്മ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ എലിസബത്തിൻ്റെ ഉള്ളിൽ കിടന്ന കൊച്ചു പോലും കുതിച്ചു ചാടി. കാരണം ആ പ്രസൻസ് പോലും ഭയങ്കര സന്തോഷമുണ്ടായി. നിങ്ങളുടെ പ്രസൻസ്, ഭാര്യയുടെ പ്രസൻസ് ഭർത്താവിന് ആനന്ദമാണോ ദുഃഖമാണോ? ഭർത്താവിൻ്റെ പ്രസൻസ് ഭാര്യയ്ക്ക് ആനന്ദമാണോ ദുഃഖമാണോ? പുള്ളി ജോലി കഴിഞ്ഞ് വന്നു, പുള്ളി ജോലി കഴിഞ്ഞ് വന്നട്ടോ. ഇത് രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. പുള്ളി ജോലി കഴിഞ്ഞ് വന്നു. നമുക്കറിയാമല്ലോ, ഒരേ വാചകം പല വിധത്തിൽ നമുക്ക് പറയാം. പുള്ളി ജോലി കഴിഞ്ഞ് വന്നോ, എടി മോനെ പപ്പ ജോലി കഴിഞ്ഞ് വന്നു.
എന്തൊരു എക്സൈറ്റ്മെൻ്റ് ആണ് ഇത് കേൾക്കുമ്പോൾ തന്നെ. അന്നുണ്ടായ പപ്പയുടെ എല്ലാ വിഷമങ്ങളും മാറുകയാണ്. ജോലിയിലുണ്ടായ എല്ലാ ബുദ്ധിമുട്ടുകളും, ബോസുമായി ഉണ്ടായ ബുദ്ധിമുട്ട് എല്ലാം അങ്ങ് മാറിപ്പോവുകയാണ്. കാരണം ഒരു ആനന്ദത്തിൻ്റെ ഒരു മിഷണറി ഓഫ് ജോയ് ആണ് എൻ്റെ വൈഫ്, എൻ്റെ ഹസ്ബൻഡ്. അത് ഭയങ്കര ആനന്ദം കൊടുക്കുകയാണ്. നിങ്ങളുടെ ദുഃഖം ഞാൻ സന്തോഷമായിട്ട് മാറും. സന്തോഷമാണ് ഈശോ നമുക്ക് വരുന്ന നേരത്ത് ആത്യന്തികമായിട്ട് തരുന്നത്. അമ്മ മറിയത്തിൽ ഈ ആനന്ദം ഉണ്ടായി. അതുകൊണ്ട് എലിസബത്തിൻ്റെ ഉള്ളിൽ കിടന്ന കൊച്ചു പോലും കുതിച്ചു ചാടി. നമ്മൾ ചെല്ലുന്ന നേരത്ത് ആരുടെയെങ്കിലും ഉദരത്തിലെ കൊച്ചു കുതിച്ചു ചാടുകയാണോ അത് കൊതറി മാറുകയാണോ? ആനന്ദം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ചേർന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ. 2, നമ്മൾ പെട്ടെന്ന് അടുത്ത ആളിലേക്ക് പോകാം. 2 ഇടയന്മാരാണ്. ക്രിസ്മസ് കഴിഞ്ഞല്ലേ ഉള്ളൂ, നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ സുഖമാണ്. ഇടയന്മാർ, ലൂക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ തിരുവചനം. ഇടയന്മാർ ആടുകൾ നോക്കിക്കൊണ്ടിരിക്കുന്ന നേരത്ത്, പാവപ്പെട്ട മനുഷ്യരാണ്, ആടുകൾ നോക്കിക്കൊണ്ടിരിക്കുന്ന നേരത്ത് ഇതാ നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ബേത്ലഹേമിൽ പിറന്നിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ ആടുകളെയെല്ലാം ഒരു മാറ്റി നിർത്തിക്കൊണ്ട് നല്ല ഇടയനായ യേശുവിനെ തേടി ബേത്ലഹേമിലേക്ക് ചെല്ലുകയാണ്. ബേത്ലഹേമിൽ ചെന്നു. അവർ ഏതാണ്ട് 10-20 മൈൽ ദൂരം യാത്ര ചെയ്ത് അവർ ബേത്ലഹേമിൽ ചെന്ന് കുഞ്ഞിനെ ആരാധിച്ച് പിന്നീട് അവർ പോകുന്നത് സത്യത്തിൽ ആടുകളെ മേയ്ക്കാനല്ല, മറിച്ച് ലൂക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: പോകുന്ന വഴിയിലെല്ലാം അവർ കണ്ട കാഴ്ച ഈശോയെക്കുറിച്ച് അവർ പറയാൻ തുടങ്ങി. കേട്ടവരെല്ലാം കേട്ടവർ വിസ്മയിക്കാൻ തുടങ്ങി. ഇടയന്മാരുടെ സാക്ഷ്യം കേട്ട് വിസ്മയിക്കാൻ തുടങ്ങി. ഇതാ അവർക്ക്, ഇടയന്മാർക്ക്, ഒന്നുമില്ലാതിരുന്ന ഇടയന്മാർക്ക് സ്നേഹിക്കാൻ ഒരാളെ കിട്ടി. 1, ചെയ്തു തീർക്കാൻ ഒരു കാര്യം കിട്ടി, ഈ വിസ്മയം എല്ലാവരോടും പറയാൻ. 3, അവർക്ക് പ്രത്യാശിക്കാൻ ഒരു കാരണം കിട്ടി, കർത്താവ്. ഈശോ ഒരാത്മാവിൽ വരുന്ന നേരത്ത് ഈ 3 കാര്യങ്ങൾ നമുക്ക് കിട്ടും. നമ്മുടെ ജീവിത പങ്കാളിയിൽ നിന്ന് കിട്ടണമെന്നില്ല. പുള്ളിയിൽ നിന്ന് വലിയ പ്രത്യാശ ചിലപ്പോൾ ഉണ്ടാകില്ലേ. ഒരു ദേഷ്യം വരുമ്പോൾ പറയാറില്ലേ, ഇങ്ങേരോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. അതിൻ്റെ കുറച്ച് പോളിഷ്ഡായ ലാംഗ്വേജാണ് പ്രത്യാശിക്കാൻ കാരണമില്ല എന്ന് പറയുന്നത്. മനസ്സിലായോ? നമുക്ക് പ്രസംഗത്തിൽ നമുക്ക് നല്ല ഭാഷയല്ലേ ഉപയോഗിക്കാം. പുള്ളിനെ നോക്കിയിട്ട് കാര്യമില്ല. എത്ര പ്രാവശ്യം പറയാറുണ്ട് ഭാര്യ. ഇതാണ് സംതിങ് ടു ഹോപ്പ് ഫോർ. ദർ ഇസ് നത്തിങ് ടു ഹോപ്പ് ഫോർ. അതാണത്. പ്രത്യാശ കഴിഞ്ഞ് പോട്ടെ. വാർഷിക സഭയിലെ 3 ജ്ഞാനികൾ നമ്മൾ വായിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിലാണ്. ജ്ഞാനികൾ ആരാണ്? ജ്ഞാനികൾ എന്ന് പറയുന്നവർ നല്ല വിസ്ഡം സീക്കേഴ്സാണ്. അവർ നല്ല ഇൻ്റലക്ച്വൽസാണ്. അപ്പോൾ നമ്മൾ ഓർക്കണം, ഈശോ ജനിച്ച നേരത്ത് പാവപ്പെട്ടവർക്കും ഗതികെട്ടവർക്കും മാത്രമല്ല ഈശോ പ്രത്യക്ഷപ്പെട്ടത്, മറിച്ച് വളരെ എഡ്യൂക്കേറ്റഡ് സൊസൈറ്റിയിലെ സോഷ്യൽ ക്ലാസ്സിൽ ഹൈ ലാഡറിലിരിക്കുന്ന മനുഷ്യരാണ് ഈ ജ്ഞാനികളെന്ന് പറയുന്നവർ. അന്നത്തെ അസ്ട്രോണമി പഠിച്ചിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇടയന്മാർ ഇങ്ങനെ നോക്കിയാണ് ഇരിക്കുന്നതെങ്കിൽ താഴത്തേക്ക്, ഇവർ മുകളിലേക്ക് നോക്കിയാണ് നിൽക്കുന്നത്. എപ്പോഴും ആകാശത്തേക്ക് നോക്കിയാണ് ഇരിക്കുന്നത്. കാരണം ആകാശത്ത് വരുന്ന നക്ഷത്രം കാണുമ്പോൾ അവർക്ക് അറിയാനായിട്ട് പറ്റും ഇത് രക്ഷകൻ്റെ സൂചനയായ, രക്ഷകൻ്റെ ജനനത്തിന് സൂചനയായ നക്ഷത്രമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ എന്ന്. അങ്ങനെ ഇരിക്കുന്ന നേരത്താണ് ഇതാ ഒരു ജ്ഞാനി, ഒരു വൈസ്മാൻ, അയാൾ ഇങ്ങനെ നോക്കണ നേരത്താണ് നമ്മൾ പ്രതീക്ഷിച്ച നക്ഷത്രം ആകാശത്ത് വന്നിരിക്കുന്നു. പെട്ടെന്ന് അവർക്ക് മനസ്സിലായി. പിന്നീട് ആ നക്ഷത്രത്തെ പിന്തുടർന്ന് അവർ പോവുകയാണ്. അവർ പോയി ഇതാ അവർ ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിലെത്തുകയാണ്. ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ അവർ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ കാണുന്നതോ യഥാർത്ഥ നക്ഷത്രത്തെ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 9-ാം തിരുവചനം, എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥമായ വെളിച്ചമാണ് അവിടുന്ന്. അപ്പോൾ ഒരു പൊടി നക്ഷത്രത്തെ ഫോളോ ചെയ്താണ് അവർ പോയത്. അവർ പോയി കണ്ടുമുട്ടുന്നതോ യഥാർത്ഥ നക്ഷത്രത്തെയാണ്, യഥാർത്ഥ സ്റ്റാറിനെയാണ്. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചത്തെ കണ്ടു. പിന്നീട് അവർ മടക്കയാത്ര നടത്തുന്ന നേരത്ത് ബൈബിൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവർ അതീവ സന്തോഷത്തോടെ
അവർ കണ്ടുമുട്ടിയ മിശിഹായെക്കുറിച്ച് എല്ലാവരുടെ ഇടയിലും പ്രഖ്യാപിച്ചു. ചേർന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ. അവർ അതീവ സന്തോഷത്തോടെ, ബെനഡിക്റ്റ് പാപ്പ ഇങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്, അവർ ആകാശത്തൊരു നക്ഷത്രം കണ്ടു. എന്നിട്ട് ബേത്ലഹേമിലെ പുൽക്കൂട്ടിൽ അവർ വലിയ നക്ഷത്രത്തെ കണ്ടു. പിന്നീട് അവർ നക്ഷത്രമായി മാറി. അപ്പോൾ അവർ സ്റ്റാറെ കണ്ട് സ്റ്റാറിൻ്റെ പിറകെ പോയി വലിയ സ്റ്റാറിനെ കണ്ടു. പിന്നെ അവരെല്ലാവരും സ്റ്റാർമാരായി മാറി. ചേർന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ. എല്ലാവരും മെസ്സിയുടെ കളി കണ്ടു. കണ്ട് പിള്ളേരുടെ നടത്തും മട്ടും മുഴുവൻ മെസ്സിനെ പോലെയായി. മെസ്സി സമ്മാനവും മേടിച്ചു പോയി, ഇവർ വീട്ടിൽ തല്ലുവിട്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ്. എന്നാൽ ഈശോയുടെ നക്ഷത്രമാകട്ടെ, ഈ നക്ഷത്രം കണ്ടു, അതിൻ്റെ പിറകെ പോയി വലിയ നക്ഷത്രത്തെ, എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ സ്റ്റാറിനെ കണ്ടപ്പോൾ ഈ സ്റ്റാറിനെ കണ്ടുമുട്ടുന്നവരെല്ലാം, സൂപ്പർ സ്റ്റാറിനെ കണ്ടുമുട്ടുന്നവരെല്ലാം സ്റ്റാർമാരാണ്. അപ്പം നമുക്ക് സ്റ്റാർ ആകാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ആ സൂപ്പർ സ്റ്റാറിനെ നമ്മൾ കണ്ടിട്ടില്ല എന്നാണ്. അപ്പം ഈ സൂപ്പർ സ്റ്റാർ വരുന്ന നേരത്ത്, കണ്ടുമുട്ടുന്ന നേരത്ത് നമുക്ക് തരുന്നത് എന്താണ്? സത്യത്തിൽ നമുക്ക് തരുന്നത് ഭയങ്കരമായ ആനന്ദമാണ്, ഭയങ്കരമായ സന്തോഷമാണ്. ചേർന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ. യേശുവേ നന്ദി. അവർക്ക് സ്നേഹിക്കാൻ ഒരാളെ കിട്ടി, ചെയ്തു തീർക്കാൻ ഒരു നിയോഗം കിട്ടി, പ്രത്യാശിക്കാൻ ഒരു കാരണവും കിട്ടി. അപ്പോൾ ഏത് മനുഷ്യർ ഈശോയെ കണ്ടുമുട്ടിയാലും ഈ 3 കാര്യങ്ങളുണ്ടാകും. ഇനി 4-ാമത്തെ ആളിലേക്ക് പോകാം. 4-ാമത്തേത് സക്കേവൂസാണ്. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം. നിങ്ങളെല്ലാവരും ബൈബിൾ സ്കോളേഴ്സാണെന്ന് എനിക്കറിയാം. അപ്പോൾ 19-ാം അധ്യായം. ഇതാ അവൻ മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. അവനെല്ലാം ഉണ്ട്. ചുങ്കക്കാരിൽ പ്രധാനി. അപ്പോൾ നല്ല ഒരു ടാക്സൊക്കെ കളക്ട് ചെയ്യുന്ന ആളായതുകൊണ്ട് അയാൾക്ക് ഇഷ്ടംപോലെ സമ്പന്നനാണ്, ഇഷ്ടംപോലെ കാശുണ്ട്. ഇഷ്ടംപോലെ കാശുണ്ടെങ്കിലും പുള്ളിക്കൊരു ദുഃഖമുണ്ട്, എന്തോ ഒരു ദുഃഖം. ആ ദുഃഖമുള്ളത് കൊണ്ട് ദുഃഖം മാറ്റാൻ കഴിയുമെന്ന് അവന് തോന്നിയ ഈശോയെ അവനൊന്ന് കാണണം. കാരണം അവൻ കണ്ടിട്ടുണ്ട്, അവൻ കേട്ടിട്ടുണ്ട്, ഈശോയെ ആരെല്ലാം കണ്ടുമുട്ടുന്നുണ്ടോ അവരൊക്കെ തുള്ളിച്ചാടുന്നത് അവൻ കണ്ടിട്ടുണ്ട്. രോഗികൾ സൗഖ്യം പ്രാപിച്ച് തുള്ളിച്ചാടുന്നു, തളർവാദ രോഗികൾ എഴുന്നേറ്റ് നടന്ന് തുള്ളിച്ചാടുന്നു, ഗരസനേരുടെ നാട്ടിലെ പിശാച് ബാധിതർ തുള്ളിച്ചാടുന്നു. ഇങ്ങനെയുള്ള വാർത്ത ഇവൻ കേട്ടിട്ടുണ്ട്. ഇവൻ ചുങ്കക്കാരൻ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? എനിക്ക് തുള്ളിച്ചാടാൻ പറ്റണില്ല, എനിക്ക് എന്തോ ഒരു സന്തോഷമില്ല, എനിക്ക് ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന എല്ലാ സമ്പത്തിൻ്റെ ബാക്കപ്പും ഉണ്ട്, പക്ഷെ എനിക്കൊരു സന്തോഷമില്ല. അതുകൊണ്ടാണ് ഈ മനുഷ്യരുടെ സാക്ഷിയൊക്കെ കേട്ടിരിക്കുന്നത് കൊണ്ട് ഇവൻ ഇയാളെ കാണാനായിട്ട് നിന്നു. ഈ നേരത്താണ് ഈശോ വന്നിട്ട് പറയണത്, സക്കേവൂസേ നീ താഴേക്ക് ഇറങ്ങി വരിക. ബൈബിൾ പറയുന്നത് എങ്ങനെയാണ്? അവൻ സന്തോഷത്തോടെ ഇറങ്ങി വന്നു. കാരണം അവൻ ആഗ്രഹിച്ചത് അതാണ്. സന്തോഷത്തോടെ ഇറങ്ങി വന്നു. നിൻ്റെ വീട്ടിൽ ഞാൻ വസിക്കണം, നിൻ്റെ വീട്ടിൽ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ഇതാ സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഈശോ ഒന്നും പ്രീച്ച് ചെയ്തില്ല. നമ്മൾ വായിക്കുമ്പോൾ രസകരമായിട്ട് നമുക്ക് തോന്നും. ഈശോ ഒന്നും പാപമോചനത്തെക്കുറിച്ച് പറഞ്ഞില്ല, എടാ നീ കാശ് അങ്ങനെ അധികമായിട്ട് ഈടാക്കരുതെന്ന് ഒന്നും പറഞ്ഞില്ല. ഈശോ വീട്ടിലേക്ക് അങ്ങ് ചെന്നു. ഇവൻ എഴുന്നേറ്റ് വന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ സ്വത്തിൻ്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു, ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായിട്ട് കൊടുക്കുന്നു. അതോടുകൂടി അവൻ ഏതാണ്ട് പാപ്പരനായിട്ട് മാറി. പക്ഷെ അവൻ പാപ്പരനായിട്ട് മാറിയെങ്കിലും അവൻ്റെ ഉള്ളിൽ അവൻ തേടി നടന്ന, അവൻ ആഗ്രഹിച്ച സന്തോഷം ധാരാളമായിട്ട് നിറഞ്ഞു. സഹോദരങ്ങളെ, നമ്മൾ ഓർക്കണം, ദൈവരാജ്യം എന്നാൽ ഭക്ഷണമോ പാനീയമോ അല്ല, അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദവുമാണെന്ന് റോമ 14 നമ്മൾ വായിക്കും. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. നമ്മൾ പലരും പറയാറില്ല, എല്ലാം ഉണ്ടായിട്ട് എന്താ കാര്യം, സന്തോഷമില്ല. ഇതാണ് ഈശോ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന നേരത്ത് ഈശോ നമുക്ക് തരുന്നത് ഈ സന്തോഷമാണ്, ആനന്ദമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സക്കേവൂസിന് കിട്ടിയത് ഈ ആനന്ദമാണ്. ഇനി 4 കഴിഞ്ഞു. 5 മേരി മാഗ്ദലിൻ, മറിയം മഗ്ദലന. 7 പിശാചുക്കൾ അവളിൽ നിന്ന് പുറത്താക്കിയതാണ്. ഒരുപാട് മോശപ്പെട്ട ജീവിതം നയിച്ച പെൺകുട്ടിയാണ് അവൾ. അവൾക്ക് സന്തോഷം മറ്റൊരു പുരുഷനോടൊപ്പം ചെലവഴിക്കുമ്പോഴോ മറ്റേതെങ്കിലും പാപം ചെയ്യുമ്പോഴോ ഒന്നുമല്ല. കാരണം അവൾക്കറിയാം ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത്, ഹാപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ബൈ ചാൻസ് എന്നാണ്, കടന്നു പോകുന്നതാണ്, ഇമ്മീഡിയറ്റ് ആയിട്ട് കടന്നു പോകുന്നതാണ്. പക്ഷേ
ആനന്ദം എന്ന് പറയുന്നത് കുറേ കൂടി ഡീപ്പായ ഒന്നാണ്, ഒരു വളരെ ആഴപ്പെട്ട ഒന്നാണ്. അത് തരാനായിട്ട് കഴിയുന്നത് ഈശോയ്ക്ക് മാത്രമാണ്. ഇത് അവൾക്കറിയാം. അതുകൊണ്ടാണ് ഈശോ മരിച്ച ആ ദിവസം അവൾ ഭയങ്കരമായിട്ട് ദുഃഖിച്ചു. അങ്ങനെ ഇരിക്കെ മാലാഖ, ഒരു ദൈവദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, സ്ത്രീയെ, നീ എന്തുകൊണ്ടാണ് നീ ഇവിടെ ഇരിക്കുന്നത്? കുഴിമാടത്തിലിരിക്കുകയാണ്, നീ എന്തുകൊണ്ടാണ് ഇവിടെ ആയിരിക്കുന്നത്? ഇതാ ഈശോ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞ നേരത്ത് ഇവൾ, ബൈബിൾ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്, അവൾ അതീവ സന്തോഷത്താൽ തുള്ളിച്ചാടാനായിട്ട് തുടങ്ങി. അവൾ തുള്ളിച്ചാടി അവൾ മടങ്ങുന്ന നേരത്ത് ഉയർത്തെഴുന്നേറ്റ യേശു അവൻ്റെ അടുത്തേക്ക് വന്നു. പിന്നീട് അവൾക്ക് സ്നേഹിക്കാൻ ഒരാളുണ്ടായി, ചെയ്തു തീർക്കാൻ ഒരു നിയോഗമുണ്ടായി, പ്രത്യാശിക്കാൻ ഒരു കാരണമുണ്ടായി. ചേർന്ന് പറഞ്ഞേൻ ഹല്ലേലൂയ. അപ്പം ഈശോ ഒരാത്മാവിൽ വന്നു കഴിയുമ്പോൾ ഈ 3 കാര്യം, അവൾ സത്യത്തിൽ ഒരു മിഷണറി ഓഫ് ജോയ് ആയിട്ട് മാറുകയാണ്, ആനന്ദത്തിൻ്റെ ഒരു മിഷണറി ആയിട്ട് മാറുകയാണ്. മറ്റൊരാൾ പൗലോസ് അപ്പസ്തോലനാണ്. പൗലോസ് അപ്പസ്തോലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, ഞാനത് ഒരു 5 മിനിറ്റ് സമയമെടുത്തതൊന്ന് പറയാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം, ഇതിൽ പറയുന്ന വചനം ഇതാണ്: നിങ്ങൾ സന്തോഷിക്കുവിൻ, ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, സന്തോഷിക്കുവിൻ. നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ. പൗലോസ് അപ്പസ്തോലൻ ഈ ലേഖനം എഴുതുന്നത് റോമായിൽ ജയിലിൽ കിടക്കുന്ന നേരത്താണ്. ജയിലിൽ കിടന്നുകൊണ്ടാണ്, ഹൗസ് അറസ്റ്റ് കഴിയുന്ന നേരത്താണ് ഇവൻ ഇത് എഴുതുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഫിലിപ്പിയ സഭയിലെ അംഗങ്ങളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ എന്ന്. സത്യത്തിൽ ഏതൊരു മനുഷ്യനാണെങ്കിലും ഏറ്റവും കൂടുതൽ ദുഃഖിക്കേണ്ട ഒരു സമയമാണത്, ഏറ്റവും കൂടുതൽ വിഷമിക്കേണ്ട ഒരു സമയമാണ്. അകാരണമായി ജയിലിൽ എപ്പോൾ മരിക്കുമെന്ന് അറിയാൻ പാടില്ലാതെ, എപ്പോൾ വേണമെങ്കിലും മരണത്തിന് തന്നെ വിളിക്കാൻ ആളുകൾ വരാം, ഭടന്മാർ പിടിച്ചു കൊണ്ടുപോകാം എന്ന് ഉറപ്പുമായിട്ട് കഴിയുന്ന നേരത്ത് സന്തോഷിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. പക്ഷേ ഈശോ പൗലോസിൽ നിറഞ്ഞു നിന്നതുകൊണ്ട് വല്ലാത്തൊരു ആനന്ദം അവനുണ്ടായി. ആര് ആ കാലത്ത് സ്വപ്നം കാണുന്ന ഏതൊരു കാര്യവും പൗലോസ് അപ്പസ്തോലനുണ്ടായി. പൗലോസ് അപ്പസ്തോലൻ ഫിലിപ്പിയർക്ക് ലേഖനത്തിന് 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ഇസ്രായേൽ വംശത്തിൽ ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവനാണ് ഞാൻ, ഹെബ്രായരിൽ ജനിച്ച ഹെബ്രായനാണ് ഞാൻ, നിയമപ്രകാരം ഫരിസേയൻ, നിയമത്തിൻ്റെ കാര്യത്തിൽ നീതിയുടെ മുമ്പിൽ കുറ്റമറ്റവൻ, എങ്കിലും ക്രിസ്തുവിനെ പ്രതിയുള്ള ജ്ഞാനം ഏറ്റവും കൂടുതൽ വിലയുള്ളതാകിയാൽ ബാക്കിയെല്ലാം ഞാൻ ശിഷ്ടം പോലെ തള്ളിക്കളയുന്നു. അപ്പം അത്രയും ഉന്നതമായ ഈശോയെക്കുറിച്ചുള്ള ആനന്ദം കൊണ്ട് ഇവന് നിറഞ്ഞിരുന്നത് കൊണ്ട് ബാക്കിയെല്ലാം മാറ്റിക്കളയാനായിട്ട് പറ്റി. അവൻ പറയുന്നുണ്ട്, ഇതാ ലക്ഷ്യമില്ലാതെ അല്ല ഞാൻ ഓടുന്നത്, ഉന്നതമായവ എൻ്റെ മുമ്പിലുള്ളത് കൊണ്ട് എൻ്റെ സകലതും പിറകിലുള്ളവയെ ഞാൻ വിസ്മരിച്ച് എൻ്റെ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ഞാൻ മുന്നോട്ട് പോവുകയാണ്. സമയം കിട്ടുമ്പോൾ വായിക്കണം നമ്മൾ ഫിലിപ്പിയർക്ക് ലേഖനം 3-4 അധ്യായങ്ങൾ. വളരെ മനോഹരമാണ്. പൗലോസ് അപ്പസ്തോലൻ ഈ കഷ്ടതയുടെ സമയത്ത്, ഈ ഏറെ വേദനയുടെ സമയത്ത് എന്തെന്നില്ലാത്ത ആനന്ദം ഈ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് അവന് സഭയോട് എഴുതാനും പറ്റി, നിങ്ങൾ ആനന്ദിക്കണം, വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ആനന്ദിക്കണമെന്ന്. കഷ്ടങ്ങളിലോ ദുഃഖങ്ങളിലോ ഒന്നും അവന് ദുഃഖിക്കാൻ കാരണമുണ്ടായില്ല, ദുഃഖിക്കാൻ അവൻ്റെ മനസ്സ് അവൻ വെച്ചു കൊടുത്തില്ല. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. നിങ്ങളിപ്പോൾ സന്തോഷം കണ്ടെത്തുന്നത് ഏത് കാര്യത്തിലാണോ അതുമായുള്ള ബന്ധം നിങ്ങൾ വിച്ഛേദിച്ചെങ്കിൽ മാത്രമേ യേശു നൽകുന്ന ആനന്ദം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയൂ. ചേർന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ. മനസ്സ് ഇരുത്തി, മനസ്സ് കൊടുത്ത് ഇത് ധ്യാനിക്കണം. നിങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ ആനന്ദിക്കുന്നത് ഏതൊരു വിഷയവുമായി ബന്ധപ്പെട്ടാണോ അതുമായുള്ള ബന്ധം വിച്ഛേദിച്ചെങ്കിൽ മാത്രമേ യേശുവുമായുള്ള ബന്ധം, യേശു നൽകുന്ന ആനന്ദം
നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. ഉദാഹരണത്തിന്, തെറ്റായ ഒരു ബന്ധവുമായിട്ടാണ് നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷം കണ്ടെത്തുന്നതെങ്കിൽ ആ ബന്ധം വിച്ഛേദിച്ചെങ്കിൽ മാത്രമേ യേശു നൽകുന്ന ആനന്ദം നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയൂ. ഞാൻ ഡാലസിൽ തന്നെ ഒരു പ്രാവശ്യം ഒരു ഹീലിംഗ് സർവീസ് നടത്തുന്ന നേരത്ത് ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രസംഗിക്കാനായിട്ട് ഇടവന്നു. ഞാൻ നോക്കിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ, ഒരു വൈറ്റ് പയ്യനാണ്. അവൻ ഞാൻ നോക്കിയപ്പോൾ അവൻ്റെ കയ്യിലുണ്ടായ മൊബൈൽ ഫോൺ, അവൻ്റെ സെൽഫോൺ അവൻ ഇടിച്ച് തകർക്കുകയാണ്. ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്ന് പ്രയറെല്ലാം കഴിഞ്ഞ് പാതിരാത്രി ആയ സമയത്ത്, അതന്ന് കണ്ടവർ ഒരാൾ ഈ കൂട്ടത്തിലുണ്ട്. ഞാൻ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവൻ വയലൻ്റായി ഇവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ മൊബൈൽ ഫോൺ ഇടിച്ച് തകർക്കുകയാണ്. അപ്പം ഞാൻ ചോദ്യം, അമ്മേൻ ഇവൻ എന്തെങ്കിലും ഒരു ക്രേസിയായി, ആകപ്പാടെ എന്ത് പറ്റിയെന്ന് ഞാൻ ചിന്തിച്ചു പോയി. കാര്യം ഇതാണ്, ഇവൻ ഈ ഒരു കാര്യത്തെ വളരെ ഗൗരവമായിട്ടെടുത്തു. അവൻ ഗൗരവമായി എടുത്തത് എങ്ങനെയാണ്? എൻ്റെ സന്തോഷം ഞാനിപ്പോൾ കണ്ടെത്തുന്നത് ഈ സെൽഫോണിലുള്ള ചില ബന്ധങ്ങളാണ്, ചില വ്യക്തികളാണ്, ചില കാഴ്ചകളാണ്. ഈ ബന്ധം വിച്ഛേദിച്ചെങ്കിൽ മാത്രമേ യേശു നൽകുന്ന ആനന്ദം എനിക്ക് ആസ്വദിക്കാൻ കഴിയൂ. ബഹളമുണ്ടാക്കി പ്രാർത്ഥിച്ചതുകൊണ്ട് ആനന്ദം കിട്ടില്ല സഹോദരങ്ങളെ. വചനം കാണാപ്പാഠം പഠിച്ചതുകൊണ്ട് ആനന്ദം കിട്ടില്ല സഹോദരങ്ങളെ. കൂടുതൽ സമയം ആരാധനയ്ക്ക് ഇരുന്നത് കൊണ്ട് മാത്രം നമുക്ക് ആനന്ദം കിട്ടണമെന്ന് നിർബന്ധമില്ല സഹോദരങ്ങളെ. അവൻ മനസ്സിലാക്കുകയാണ്, ഇത് വിച്ഛേദിച്ചില്ല എങ്കിൽ യേശു നൽകുന്ന ആനന്ദം എനിക്ക് കിട്ടില്ല. ഇവൻ അതുകൊണ്ട് അടിച്ച് തകർക്കുകയാണ്. ഞാൻ ഓർക്കുകയാണ്, ദൈവമേ, എന്തുമാത്രം വിശ്വാസമാണ് ആ ജെയിംസ് എന്ന് പറയുന്ന ആ US അമേരിക്കൻ പയ്യന് ഉള്ളത് എന്ന് ചേർന്നൊന്ന് പറഞ്ഞ് എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് നിങ്ങൾക്ക് കർത്താവ് നൽകുന്ന ആനന്ദം ലഭിക്കണമെങ്കിൽ ഇന്ന് നിങ്ങൾ സന്തോഷം കണ്ടെത്തുന്ന തെറ്റായ ചിലതുണ്ടോ, അവയുമായുള്ള ബന്ധം വിച്ഛേദിക്കണം. അവയുമായുള്ള ബന്ധത്തിൽ അകലം സൂക്ഷിക്കണം. അത് വ്യക്തികളായിരിക്കാം, സംവിധാനം, വെറുതെ ആവശ്യമില്ലാതെ ആരോടെങ്കിലും നിരന്തരം കുറ്റം പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ചില റിലേഷൻഷിപ്പ് ആയിരിക്കാം. എന്ത് കാര്യമാണോ അതുമായുള്ള ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത സമയത്ത് മാത്രമേ പരിശുദ്ധാത്മാവ് നൽകുന്ന ആനന്ദം നമുക്ക് ആസ്വദിക്കാൻ പറ്റൂ. അന്ധകാരത്തിന് പ്രകാശവുമായി യാതൊരു ബന്ധവുമില്ല, ഒരുമിച്ച് പോകില്ല. അത് അന്ധകാരത്തിൽ അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ ഇടയിൽ ഇച്ചിരി അന്ധകാരം എങ്ങനെയാണ് വരുന്നത്? ഒരു വിധത്തിലും ഒരുമിച്ച് പോകില്ല. ക്രിസ്തുവിന് ബലിയാലുമായി എന്തു ബന്ധമാണുള്ളത്? പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യൻസിൽ ചോദിക്കുകയാണ്. ഒരുമിച്ച് പോകില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് സന്തോഷം കണ്ടെത്തുന്ന, കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ കണ്ടെത്തുന്ന ചില കാര്യങ്ങളുമായുള്ള ബന്ധം വിച്ഛേദിച്ചാൽ യേശു നൽകുന്ന ആനന്ദം കൊണ്ട് നിങ്ങൾ നിറയും. ഞാൻ അവസാനിപ്പിക്കുകയാണ് 9ാമത്തെ കാര്യം ചോദിച്ചുകൊണ്ട്. അത് ഗലാത്യർ 4:15 പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ ആ സന്തോഷം ഇപ്പോൾ എവിടെ? ഞാൻ ഡാലസുകാരോട് ചോദിക്കുകയാണ്. അറ്റ്ലാന്റക്കാരൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഡാലസിന് പ്രയോറിറ്റി കൊടുത്ത്, ഡാലസുകാരെ, നിങ്ങളുടെ ആ സന്തോഷം എവിടെ പോയി? പണ്ട് വരണ നേരത്ത് മുഖത്തൊക്കെ ഒരു ചിരി ഉണ്ടായല്ലോ, ആ ചിരിയൊക്കെ എവിടെ പോയി? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടൻ എന്ത് ചെയ്യുകയാണ്? പുള്ളി പറഞ്ഞു, 2 മാരേജ് ഫെയിലായി, അതുകൊണ്ട് ഞാൻ ലാഫിംഗ് തെറാപ്പിക്ക് പോവാണെന്ന് പറഞ്ഞു. ചിരിയുടെ തെറാപ്പി എന്താണെന്ന് പറയട്ടെ? ചിരിയുടെ തെറാപ്പി ഞാൻ പ്രാക്ടീസ് എടുപ്പിക്കാം. കാണിച്ചേ, കുറച്ചുകൂടി ഇങ്ങനെ അല്ലല്ലോ. ചേട്ടൻ പോവാണ്. അതായത് ലാഫിംഗ് തെറാപ്പി കംപ്ലീറ്റ് പോയി, മാരേജ് കംപ്ലീറ്റ് പോയി കിടക്കുകയാണ്. അതുകൊണ്ട് അത് ഓവർകം ചെയ്യാനായിട്ട് ചെയ്യുന്നതാണ് ലാഫിംഗ് തെറാപ്പി. അപ്പം ചിരിക്കുകയാണ്. കുറേ അങ്ങ് ചിരിച്ച് കഴിയുമ്പോൾ കുറേ അങ്ങ് ചിരിച്ച് കഴിയുമ്പോൾ പിന്നെ ആരും നമ്മുടെ അടുത്തേക്ക് വരില്ല. അതെ, ആ ചിരിയാണ് ലാഫിംഗ് തെറാപ്പിയാണ്. നിങ്ങളുടെ ആ സന്തോഷം എവിടെ? പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുകയാണ് ഗലാത്യർ 4:15 നിങ്ങളുടെ ആ പഴയ സന്തോഷം എവിടെ? ഇതൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, ഇതിനൊരു പശ്ചാത്തലമുണ്ട്. പശ്ചാത്തലം എന്തെന്നറിയാവോ? ഗലാത്യ സഭ എന്ന് പറയുന്നത്
നോൺ ജൂയിഷ് ആയ ആളുകളുടെ കൺവേർട്ടഡ് ആയ കമ്മ്യൂണിറ്റിയാണ്. യഹൂദേതര അല്ലെങ്കിൽ നോൺ ജൂയിഷ് ആയ കമ്മ്യൂണിറ്റി അംഗങ്ങളാണ് കൺവേർട്ടഡ് ആയത്. അപ്പോൾ അവർ കൺവേർട്ടഡായി കർത്താവിൻ്റെ ആനന്ദത്തിൽ അവർ പോകുന്ന സമയത്ത് യഹൂദ മതത്തിൽ നിന്ന് കൺവേർട്ടഡായ കുറേ ആളുകൾ അവിടെ ചെന്നു. എന്നിട്ട് കുറേ കാര്യങ്ങൾ അങ്ങ് പഠിപ്പിച്ചു. ആവശ്യമില്ലാത്ത നിയമങ്ങൾ മുഴുവൻ അങ്ങ് പഠിപ്പിച്ചു. പഴയ നിയമം മുഴുവൻ അങ്ങ് പഠിപ്പിച്ചു. ഇത് കേട്ട് 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 ഈ പാവപ്പെട്ട മനുഷ്യരുടെ തല പുണ്ണായി. കാരണം അവർ നോക്കുമ്പോൾ ഈ നിയമങ്ങൾ മുഴുവൻ പാലിക്കാൻ നമുക്ക് പറ്റില്ല. സന്തോഷം മുഴുവൻ പോയി. ഈ നേരത്താണ് പൗലോസ് അപ്പോസ്തലൻ ഇവർക്ക് എഴുതുന്നത്, നിങ്ങളുടെ ആ സന്തോഷം എവിടെ പോയി? ഞാനിവിടുന്ന് കുറച്ച് സമയം മാറി നിന്നപ്പോഴത്തേനും യഹൂദ മതത്തിൽ നിന്ന് കൺവേർട്ടഡായി ഈ മനുഷ്യർ വന്ന് ആവശ്യമില്ലാത്ത നിയമങ്ങളൊക്കെ നിങ്ങളുടെ തലയിൽ വെച്ച് തന്നോ? സന്തോഷം പോകുന്ന ചില വഴികൾ എങ്ങനെയാണ്? ആവശ്യമില്ലാത്ത വായന സന്തോഷം കെടുത്തും. ആവശ്യമില്ലാത്ത യൂട്യൂബ് വാച്ചിങ് സന്തോഷം കെടുത്തും. ആവശ്യമില്ലാത്തത് അത് വചനത്തെക്കുറിച്ചാണെങ്കിൽ പോലും കേൾക്കുന്നത് സന്തോഷം കെടുത്തും. ചേർന്നൊന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ. ഞാനൊന്ന് പറയട്ടെ, ഞാൻ കഴിഞ്ഞ ദിവസം വായിക്കുകയായിരുന്നു അപ്പസ്തോല പ്രവർത്തനം 17-ാമത്തെ അധ്യായം. 2 കാറ്റഗറീസ് ഓഫ് ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഇച്ചിരി കേട്ടാലേ മനസ്സിലാകൂ. 2 കാറ്റഗറി ഓഫ് ആളുകൾ, ഒന്ന് എപ്പിക്യൂറിയൻസ്, 2 സ്റ്റോയിക്സ്. 2 കമ്മ്യൂണിറ്റികളെ കുറിച്ച് പറയുകയാണ്. പൗലോസ് അപ്പോസ്തലൻ പോയി സംസാരിക്കുന്നവരാണ്. എപ്പിക്യൂറിയൻസ് എന്ന് പറയുന്നത് പ്ലഷർ സീക്കിംഗ് ആയ ഒരു കമ്മ്യൂണിറ്റിയാണ്. പ്ലഷർ സീക്കിംഗ് ആണ്. എവിടെയോ അവർ പോകും, പ്ലഷർ സീക്കിംഗ് ആണ്. ദൈവം എന്ന് പറഞ്ഞ ഒരു കാര്യത്തിലൊക്കെ അവർക്കൊരു ഒരു ഒരു കൈൻഡ് ഓഫ് വിശ്വാസമൊക്കെ ഉണ്ട്. പക്ഷേ അവർക്ക് പ്ലഷറാണ് എപ്പോഴും അവരുടെ ഒരു അൾട്ടിമേറ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അബ്സല്യൂട്ടായിട്ട് ഒന്നുമില്ല. 2 സ്റ്റോയിക്സ്. സ്റ്റോയിക്കിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? അവർ സെൽഫ് സഫീഷ്യൻ്റ് ആണ്, സെൽഫ് റിലയൻ്റ് ആണ്. അവർക്ക് മറ്റാരുടെയും ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നവരാണ്. ഈ 2 ഗ്രൂപ്പ് ആളുകളാണ് അപ്പസ്തോല പ്രവർത്തനം 17-ാമത്തെ അധ്യായത്തിൽ പൗലോസ് അപ്പസ്തോലൻ്റെ അടുത്ത് പ്രസംഗിക്കാൻ കേൾക്കാനായിട്ട് ചെന്ന് നിൽക്കുന്നത്. ആ നേരത്ത് പൗലോസ് അപ്പസ്തോലൻ അല്ലെങ്കിൽ ലൂക്ക എഴുതി വെച്ചിരിക്കുന്നതാണ് ആ പ്രീച്ചിങ്ങിനെ കുറിച്ച്. അവർ അവിടെ വന്നത് പുതിയ പുതിയ കാര്യങ്ങൾ കേൾക്കാനും പുതിയ പുതിയ ആശയങ്ങൾ കേൾക്കാനും ആണ് എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നിനും വേണ്ടിയല്ല. ഞാൻ ആ വചനം ഒന്ന് വായിക്കാം. അപ്പസ്തോല പ്രവർത്തനം 17-ാമത്തെ അധ്യായം 21-ാമത്തെ തിരുവചനം. എല്ലാ ഏതൻസുകാരും അവിടെ താമസിച്ചിരുന്ന വിദേശികളും പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതും കേൾക്കുന്നതിനുമല്ലാതെ മറ്റൊന്നിനും സമയമുണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ കാര്യങ്ങൾ കേൾക്കാൻ ശ്രമിച്ച് അടിസ്ഥാനപരമായ ആനന്ദം കെട്ടുപോകുന്ന മനുഷ്യരുണ്ട്. വളരെ വളരെ ഒരു പ്രത്യേക വിധത്തിൽ പ്രീച്ച് ചെയ്യുന്ന ആളുകളെയൊക്കെ നമുക്ക് കേൾക്കാം. വളരെ സ്ക്രൂപ്പ്ലെസ് ആണ്. നമുക്ക് ഒരു പ്രത്യേക വിധത്തിൽ പോകുന്ന ചില ട്രാക്കുകളെയൊക്കെ ആനന്ദം കെട്ടുപോകുന്നു. ഗലാത്യരോട് ചോദിക്കുകയാണ് പൗലോസ് അപ്പോസ്തലൻ, നിങ്ങളുടെ ആനന്ദം എവിടെ? ഈശോ വരുന്ന നേരത്ത് മറ്റൊന്നുമില്ല, കൈയടിച്ച് ആനന്ദിക്കുക എന്നത് കവിഞ്ഞ് വേറെ ഒന്നുമില്ല. കാരണം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദാനമല്ലേ ഇത്? പക്ഷേ ഗലാത്യരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ആ പഴയ ആനന്ദം എവിടെ പോയി? നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഈ ടീച്ചിങ് ആരാണ് തന്നത്? ആരാണ് നിങ്ങളിതൊക്കെ പഠിപ്പിച്ചത്? ഈ നിയമങ്ങൾ മുഴുവൻ നിങ്ങളുടെ തലയുടെ മേൽ പരമേൽപ്പിച്ചു തന്നത് ആരാണ്? നിങ്ങളുടെ ആനന്ദം എവിടെ പോയി? ഡാലസുകാരെ, നിങ്ങളുടെ ആനന്ദം എവിടെ പോയി? കോവിഡ്. ആനന്ദം നമ്മൾ വീണ്ടെടുക്കണം. ആനന്ദം വീണ്ടെടുക്കണം. നമ്മൾ സന്തോഷിക്കേണ്ട ഈസ്റ്റർ ക്രിസ്ത്യൻസ് ആണ്. ആനന്ദം നേരത്തെ ഉണ്ടായ നമ്മൾ നടത്തിയ ചിരിതെറാപ്പി നടത്തിയാൽ ഉണ്ടാകില്ല. ആളുകൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ വേറൊരു വിധത്തിൽ നോക്കുന്നേ ഉള്ളൂ. ഞാൻ ആ ചേട്ടനെ പിന്നെ കണ്ടു. പിന്നെ ഞാൻ കണ്ടപ്പോൾ ഒരു ആരാധനയുടെ സമയത്ത് പുള്ളി കരഞ്ഞിരിക്കുന്നതാണ് ഞാൻ കണ്ടത്. എനിക്കത് കണ്ടപ്പോൾ ചിരി വന്നു. കാരണം പുള്ളി എന്നെ ലാഫിംഗ് തെറാപ്പി പഠിപ്പിച്ച ആളാണ്. ലാഫിംഗ് തെറാപ്പി ഈസ് നോട്ട് ദ സൊല്യൂഷൻ. അത് ഹാപ്പാണ്, ബൈ ചാൻസ് ആണ്, ഇമ്മീഡിയറ്റ് ആയിട്ട് കടന്നു പോകുന്നതാണ്. സ്പിരിറ്റ് ഓഫ് ജോയ് ആണ് നമ്മുടേത്. സ്പിരിറ്റ് ഓഫ് ജോയ് പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. ഈ ആനന്ദം നമുക്ക് വീണ്ടെടുക്കണം. ഈ ആനന്ദം വീണ്ടെടുക്കാൻ ഈ ഭൂമിയിൽ ബന്ധങ്ങളുമായോ വ്യക്തികളുമായോ സ്വാധീനങ്ങളുമായോ ഏതുമായി ബന്ധപ്പെട്ടാണോ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നമ്മൾ കണ്ടെത്തുന്നത്, അതുമായി ഒരു ക്രിട്ടിക്കൽ ഡിസ്റ്റൻസ് സൂക്ഷിക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ
യേശു നൽകുന്ന ദാനത്തിൻ്റെ ആ ആനന്ദത്തിൻ്റെ സ്രോതസ്സ് നമ്മളിലേക്ക് തുറക്കാനായിട്ട് തുടങ്ങും. ആ ആനന്ദം കൊണ്ട് ഈ മധ്യാഹ്നത്തിൽ, ഈ സായാഹ്നത്തിൽ ഈശോയെ ഞങ്ങൾ നിറയ്ക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം.